എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പി ആണെന്നും അതുപോലെ തന്നെ സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് നാളുകളായി എൻ്റെ പുറകെ നടന്നിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ചിക്കൻ ഷവർമ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്തല്ലേ, പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്നാണോ ഞാൻ ഷവർമ ചെയ്ത് നോക്കിയിട്ട് ഒരു 100% എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നത് അന്ന് മാത്രമാണ് വീഡിയോ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് എനിക്ക് ഓക്കെ എന്നുള്ളൊരു രീതിയിൽ എത്തിയപ്പോഴാണ് ഇതാ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ദുബായിൽ വന്നിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 14 വർഷമായി. 14 വർഷത്തിനിടയിൽ പല ഹോട്ടലുകളിൽ നിന്നും പല ഷവർമ സെന്ററിൽ നിന്ന് ഷവർമ മാത്രം കിട്ടുന്ന ഷോപ്സിൽ നിന്നൊക്കെ ഒരുപാട് തവണ ഞാൻ ഷവർമ കഴിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട രുചിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ചെയ്യുമ്പോഴും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവേദം ഒന്ന് ഷെയർ ചെയ്യും, മറ്റുള്ളവരിലോട്ടൊന്ന് എത്തിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ കറികൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ ഷവർമ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന റെസിപ്പിയായ ഷവർമ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ചിക്കൻ്റെ പീസസ് ആണ്. ഞാനിപ്പോൾ ഫ്രഷ് ചിക്കൻ ബ്രസ്റ്റ് ജസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വരഞ്ഞു വെക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മസാലയ്ക്ക് ഉള്ളിലോട്ട് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചിട്ടാണ്, ഈ ഫ്രണ്ട് സൈഡിലല്ല വരഞ്ഞു വെച്ചിരിക്കുന്നത്, ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോ പീസും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ്റെ ബ്രസ്റ്റിനേക്കാളും നല്ലത് ചിക്കൻ്റെ തൈസാണ്. എനിക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ തൈസ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഈവനിങ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാൻ തുടങ്ങാം. ഇത് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു വേറൊരു ബൗൾ എടുക്കുക. അതിലോട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സീസണിങ്സ്, അതായത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക, പിന്നെ ടേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രം ചിക്കൻ ഇടുക കേട്ടോ. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ എന്തെങ്കിലും ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. കട്ടത്തൈര് അല്ലെങ്കിൽ മോരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. ഇപ്പോൾ പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതേസമയം നിങ്ങൾക്കിപ്പോൾ പാപ്രിക്ക പൗഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതായത് പിരിയൻ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂണോളം ഇഞ്ചി വളരെ നൈസാക്കിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. വളരെ നൈസാക്കി അരിയ അല്ലെങ്കിൽ ഇഞ്ചിയുടെ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വളരെ നൈസാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, വളരെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എല്ലാ സ്പൈസസിൻ്റെയും ഒരു നുള്ളു വീതം. നിങ്ങൾക്ക് അങ്ങനെ തനിയെ സ്പൈസസ് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഓൾ സ്പൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ സാധാരണ ഇതിൽ ഫെനൽ സീഡ്സ്, അതായത് പെരുംജീരകത്തിൻ്റെ വാസന ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല ഒന്നും ഇടാത്തത്. പക്ഷെ നിങ്ങൾക്ക് ഗരം മസാലയും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള പൊടി എൻ്റെ അടുത്ത് ഉണ്ട്. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ എൻ്റെ അടുത്ത് സെപ്പറേറ്റ് ആയിട്ട് പൊടി ഉള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാം ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുക്കുകയാണ്. ആ ഫ്ലേവർ കിട്ടണമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇച്ചിരി ഗ്രാമ്പൂവിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം അല്പം മാത്രം പാടുള്ളൂ കേട്ടോ, ഒരുപാട് കൂടാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ കുറച്ച് പട്ടയുടെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ജാതിക്കയില്ലേ, ജാതിക്ക ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു വാസന മാത്രം മതി, അടുത്ത് കൂടെ ഒന്ന് പോയാൽ മതി കേട്ടോ. ക്യുമിൻ പൗഡർ 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടിച്ചത്, 1 നുള്ള് മഞ്ഞൾപ്പൊടി. പിന്നെ ആഡ് ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ ഒഴിച്ചാലും മതി, പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 1/2 ടീസ്പൂണോളം ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുളി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ഒഴിക്കണ്ട. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതായത് ഉപ്പോ പുളിയോ എരിവോ എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യണം കേട്ടോ. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി,
എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഒരു ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിന്നാലാണ് നമ്മൾ ചിക്കൻ നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടങ്ങ് ഉപ്പ് പോവുള്ളൂ. അപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് എനിക്ക് മുന്നിലാണ് ഇപ്പോൾ ഈ ഒരു മസാല റെഡിയാക്കി നോക്കിയപ്പോൾ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ലെമൺ ജ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വിനീഗർ, വൈറ്റ് വിനീഗർ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് വയ്ക്കും. അപ്പോൾ ഇത് നമുക്ക് അടച്ച് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാം കേട്ടോ, അവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടായി എടുക്കുക. അതിലോട്ട് നമുക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിലാണോ, കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത് കേട്ടോ, അതായത് വെളിച്ചെണ്ണ ഒഴിക്കരുത്, ബാക്കി ഏത് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ചൂടാവട്ടെ. ഹൈ ഹീറ്റിലാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചിക്കൻ്റെ പീസസ്സാണ് വെക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഹൈ ഹീറ്റിലിട്ടിട്ട് ഒരു ഭാഗം അത്യാവശ്യം നന്നായിട്ടൊന്ന് നല്ല ഷെയ്ഡ് വരുന്ന സമയത്ത് തിരിച്ചിട്ടതിന് ശേഷം അവിടെ 2 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തിരിച്ചിടാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിടാം. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതങ്ങ് നല്ല സോഫ്റ്റ് ആവണ വരെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ കളർ ഷെയ്ഡ് നല്ലത് വരികയും ചെയ്യും. പക്ഷേ ഇങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കിയേ, ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അതേസമയം നല്ലോണം കുക്കായിട്ടുണ്ട്, നല്ല കളറും വന്നിട്ടുണ്ട്. ഇല്ലേ, ഗ്രില്ല് ചിക്കൻ്റെ അതേ കളറും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് ഇടാം. പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇത് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം അങ്ങ് അടച്ചു വയ്ക്കാൻ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഇനി ഇതിലോട്ട് വീണ്ടും നമ്മൾ അടുത്ത ബാച്ച് ഇട്ടതിന് ശേഷം ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മൊത്തം ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് 4 പീസ് ചിക്കൻ ഉണ്ടായിരുന്നത് 4 പീസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള സോസ് തയ്യാറാക്കാം. അതിന് വേണ്ടി നമുക്കൊരു ബൗൾ എടുക്കുക. അതിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ തൈര്, ഞാൻ നോർമൽ നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന തൈര് അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തൈരാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീക്ക് യോഗട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും, അതും ഉപയോഗിക്കാം. പക്ഷേ ഞാനിപ്പോൾ നോർമൽ കട്ട തൈര് 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചിലവരെന്താ ചെയ്യുക, മയോണൈസ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ റിയൽ സോസ് എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി 2 ടേബിൾ സ്പൂൺ മയണൈസ്. 4 ടേബിൾ സ്പൂൺ തൈരിന് 2 ടേബിൾ സ്പൂൺ മയണൈസ്. മയണൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2 തരത്തിലുള്ള മയണൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് എഗ്ഗ് വെച്ചിട്ടുള്ളതും എഗ്ഗ് ഇല്ലാത്തതും കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം, അതൊന്ന് നോക്കിയാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തഹീനി പേസ്റ്റ്. തഹീനി പേസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തഹീനി പേസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നമ്മുടെ ഹമൂസിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചെയ്യാം, ഒത്തൻറ്റിക്കായിട്ട് അവർ തഹീനി പേസ്റ്റ് ഉപയോഗിക്കും. പക്ഷേ ഇല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, അപ്പോൾ തഹീനി പേസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 അല്ലി വെളുത്തുള്ളി. അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ നൈസായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് പേസ്റ്റ് ആക്കിയാലും മതി. വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഓക്കെ, എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു അല്പം മാത്രം പെപ്പർ പൗഡർ, ഒരു നുള്ളു മാത്രം മതി കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമയിലേക്കുള്ള സോസും റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി, ഓവർ തിക്കും അല്ല ഓവർ ലൂസും അല്ലാത്ത രീതിയിലുള്ള കൺസിസ്റ്റൻസി. ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കുക. ഇതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിക്കുക. നിങ്ങൾക്ക് എത്ര ചിക്കൻ വേണോ അത്രയും മുറിച്ചാൽ മതി, അല്ലാണ്ട് ഒരുപാട് എല്ലാം കൂടി അങ്ങ് മുറിച്ച് വെക്കേണ്ട. അപ്പോൾ നല്ല ജ്യൂസിയാണ് കേട്ടോ, ഒരുപാടൊന്നും കട്ടിയായിട്ടൊന്നുമില്ല. ഇതുപോലെ നമുക്ക്
എത്ര നിങ്ങൾക്ക് എമൗണ്ട് വേണോ അത്രയും ചിക്കൻ എടുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഷവർമ്മയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കുബൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കുബൂസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാമോ? ഞാൻ കുബൂസിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈ ഷവർമ്മയ്ക്ക് വേണ്ടി കുബൂസ് തയ്യാറാക്കിയപ്പോൾ ഒരുപാട് സമയമൊന്നും വെച്ചില്ല. ഒരു 10-15 മിനിറ്റ് മാത്രം കുഴച്ച് വെച്ചുള്ളൂ. അതിനുശേഷം പരത്തി അപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തു. ആ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ മറ്റേ കുബൂസ് പോലെ ഇങ്ങനെ വലിയതായിട്ട് വീർക്കാനൊന്നും ഞാൻ നിന്നില്ല. കാരണം അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഷവർമ്മ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കുബൂസ് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ചെയ്യുമ്പോൾ ഭയങ്കര റഫായിട്ടുണ്ടായിരുന്നു, ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹോം മെയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുബൂസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ എടുത്തിട്ട് അതിലോട്ട് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അല്പം ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഉണ്ടാക്കിയെടുത്തോളൂ. അപ്പോഴും നമുക്കൊരു റൊട്ടി പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചപ്പാത്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തി പൊട്ടിപ്പോവും. അതുകൊണ്ട് ചപ്പാത്തി വേണ്ട. ഓത്തൻറ്റിക് രീതിയൊക്കെ എന്ന് പറയുമ്പോൾ ഷവർമ്മ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിത്ത ബ്രെഡ്, അതായത് അറേബ്യൻ ബ്രെഡ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. ഇപ്പോൾ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് വേണം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് തക്കാളി നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ലെറ്റ്യൂസ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ക്യാബേജ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പിക്കിൾഡ് കുക്കുംബറാണ്, അതായത് ഉപ്പിലിട്ടിട്ടുള്ള കുക്കുംബർ. അതുപോലെ തന്നെ ഉപ്പിലിട്ടിട്ടുള്ള മുളക്. ഇതൊക്കെ നമ്മൾ ഷവർമ്മ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് തരാറുണ്ട്. എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ മാത്രം മതി. ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതും അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിലിട്ട് വെച്ചാൽ മതി. കുക്കുംബറും അതുപോലെ തന്നെ മുളകൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഷവർമ്മ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഒരു ദിവസം വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പിക്കിൾസൊക്കെ റെഡിയാക്കാന്നുള്ള കാര്യം. ഇപ്പോൾ നിങ്ങളുടെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം എല്ലാ ഷവർമ്മയിലും ഇത് ഉണ്ടാവാറില്ല. എനിക്ക് പക്ഷേ ഇവിടെ കിട്ടുന്ന ഷവർമ്മയിലൊക്കെ ഈ 2 തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു മാത്രം. അതുപോലെ തന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷവർമ്മയിൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത്. പക്ഷേ എല്ലാ ഷവർമ്മയിലും ഉണ്ടാവാറില്ല. അപ്പോൾ കുട്ടികൾക്ക് ഞാനിവിടെ ഷവർമ്മ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. ഇതിപ്പോൾ ഞാനിപ്പോൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്, ഒട്ടും തന്നെ ഓയിലില്ലാണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ ഒഴിവാക്കാം. 2 തരത്തിൽ കാണിച്ചു തരാം കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടും വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടും. ഇപ്പോൾ ഞാനൊരു കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ സോസ് കുറച്ചൊന്ന് വെച്ച് കൊടുക്കാം. ജ്യൂസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോസ് വെക്കുന്നത്. പിന്നെ അതിലോട്ട് ഞാനിപ്പോൾ വലിയ ആൾക്കാരുടെ ഷവർമ്മ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൊമാറ്റോ, ഒരുപാടൊന്നും വേണ്ട. അതുപോലെ തന്നെ ലെറ്റ്യൂസ് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതിട്ടോ. ഇതൊക്കെ 2-3 ഉപ്പിട്ട ഫ്രഞ്ച് ഫ്രൈസ്, ഒരു മുളക്, പിക്കിൾഡ് കുക്കുംബർ ഇട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. എത്ര വേണം ചിക്കൻ്റെ അളവൊക്കെ നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. ചിക്കൻ ഓവറായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ചിലവർ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കെച്ചപ്പൊക്കെ ഒഴിക്കുന്നത് കാണാം. സാധാരണ രീതിയിൽ ഇവിടെ കിട്ടുന്ന ഷവർമ്മയിലൊന്നും കെച്ചപ്പൊന്നും ഒഴിക്കില്ല കേട്ടോ. അപ്പോൾ കെച്ചപ്പ് വേണമെങ്കിൽ ഒഴിച്ചോളൂ, പക്ഷേ ഞാൻ ഒഴിക്കുന്നില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടെ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് മടക്കണം. നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് സവാള വേണമെന്നുണ്ടെങ്കിൽ സവാള വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ പിള്ളേരൊന്നും സവാള കഴിക്കില്ല. പിന്നെ എനിക്ക് സവാള അതിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. സവാള വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ വാട്ടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള സവാള ഇട്ട് കൊടുത്താലും മതിയാകും. ഓക്കെ, അപ്പോൾ മടക്കിയിട്ടുണ്ട്. ഈ ഭാഗം ഞാൻ മടക്കുന്നില്ല, ഒരു ഭാഗം മാത്രം, താഴത്തെ ഭാഗം മാത്രം ഇതേപോലെ അങ്ങ് മടക്കിയാൽ മതി. ഇത് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ എല്ലാം മടക്കി വെക്കുക, അതിനുശേഷം അവസാനം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ അതൊരു അഡൽട്ടിനുള്ള ഷവർമ്മയാണ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് കുട്ടികൾക്കുള്ള ഷവർമ്മ അതൊന്നുമില്ല, വെറുതെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും മാത്രമേ ഉള്ളൂ. കുബൂസ് എടുക്കുക, കുറച്ച് മാത്രം മതി, ഓവറാവണ്ട. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്. പിള്ളേർക്ക് വലിയ കാര്യമായിട്ട് പച്ചക്കറികളൊന്നും ഇഷ്ടമില്ല. അവർ എൻ്റെ മക്കളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം എടുത്ത് പുറത്തേക്ക് കളയും എല്ലാ പച്ചക്കറികളും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതിന് ഇത്ര കഷ്ടപ്പെട്ട്, അപ്പോൾ പിന്നെ അതിനേക്കാളും നല്ലത് നമ്മൾ പച്ചക്കറി ഇല്ലാതെ കൊടുക്കുന്നതല്ലേ. പിന്നെ അത്രയും കഷ്ടപ്പാട് കുറഞ്ഞല്ലോ, പിള്ളേർക്ക് അങ്ങനെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും മാത്രമാണ് ഇവിടെ പിള്ളേരുടെ ഷവർമ്മ എന്ന് പറയുന്നത് കേട്ടോ. കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക. അവർക്ക് വേണമെങ്കിൽ കച്ചപ്പ് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ കച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുത്തോളൂ. ഞാൻ ഒഴിക്കുന്നില്ല. അരുവിലോട്ട് ഇങ്ങനെ കൊണ്ടുവരണം ഒരുമിച്ച് കൂട്ടിയിട്ട്. അതിന് ശേഷം നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചോളൂ കേട്ടോ. ഓക്കെ, 2 ഷവർമ്മ റെഡി ആയിട്ടുണ്ട്.
നിർബന്ധമൊന്നുമില്ല കേട്ടോ ഗ്രില്ല് ചെയ്യണമെന്ന്. പക്ഷേ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കടയിൽ നിന്ന് കിട്ടുന്ന ഷവർമയുടെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു തവ അടുപ്പത്ത് വയ്ക്കുക, അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്, അതിലോട്ട് 2 ഷവർമ വീതം വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തവ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയും ഗ്രില്ല് ചെയ്തെടുക്കും. ഞാനിപ്പോൾ 4 എണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, ബാക്കി നമുക്ക് പിന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ചൂടാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് തവയിൽ വെച്ച് ചൂടാക്കിയാൽ മതി. കുറച്ച് നേരം ചൂടോടുകൂടി ഇരിക്കണമെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ ഒന്ന് പൊതിഞ്ഞാൽ മതി കേട്ടോ. വീട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ, അലുമിനിയം ഫോയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം നമുക്ക് നൈബറിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി ഇതേപോലെ ഗ്രില്ല് ചെയ്തതിന് ശേഷം അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് പൊതിഞ്ഞ് കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ ചൂട് നിലനിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വായ കഴിക്കാം. അടിപൊളിയാണ്. ഇത് മക്കളെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ പറയുന്നതല്ല, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഷവർമയാണത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. അതിനുശേഷം നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ദയവേത് നമ്മളെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യൂ, മറ്റുള്ളവർക്ക് ഒന്ന് എത്തിക്കൂ. അങ്ങനെയെങ്കിലും മക്കളെ തന്നെ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. കുറച്ച് പേര് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്